GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് ആണ് പറയുന്നത്. സ്റ്റേറ്റ് 10th 11th 12th കുട്ടികൾക്ക്, അതുപോലെ തന്നെ CBSE 10th 11th 12th, അതുപോലെ തന്നെ ICSE കുട്ടികൾക്കും, അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത്. എൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ വളരെ ഈ പേര് വളരെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ കാർബൺ ആൻഡ് ഇറ്റ്സ് അതർ കോമ്പൗണ്ട്സ്. കാർബണിൻ്റെയും മറ്റു കോമ്പൗണ്ട്സിൻ്റെയും കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ എന്താണ് ഈ കാർബൺ ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കറിയാം കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ ആണ് നമുക്കറിയാം, പിന്നത്തെ ഷെല്ല് 4 ഇലക്ട്രോൺ ആണ്. പക്ഷെ ഈ 4 ഇലക്ട്രോൺ വെച്ചിട്ട് വളരെയധികം കോമ്പൗണ്ട്സ്, കാരണം നമുക്കറിയാം ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് എനർജി കുറച്ച് സ്റ്റേബിൾ ആവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാർബൺ എന്ത് ചെയ്യുന്നു, ഈ 4 വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ട് കുറെ അധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇത്രയധികം ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഇനി നമുക്കതിൽ ഹൈഡ്രോ കാർബൺ എന്നുള്ളൊരു പേര്. എന്താണ് ഹൈഡ്രോ കാർബണും ഹൈഡ്രജനും അടങ്ങിയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മെയിൻലി ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൽക്കെയിൻ ANE, ആൽക്കീൻ ENE, ആൽക്കൈൻ YNE എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ഫോർമുല നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ടിൽ ഇപ്പൊ 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ജനറൽ ഫോർമുലയാണ് CnH2n+2. അപ്പൊ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്, H2n എന്ന് പറയുന്നത്, അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും അതിന്റെ ഡബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും +2. ഇതാണ് ആൽക്കീൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ കാർബൺ ആറ്റം 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും, ഹൈഡ്രജൻ ഇവിടെ H 2 × 1 + 2, 2 × 1 2, 2 + 2 4. അപ്പൊ CH4 ഇതാണ് മീഥെയിൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ CH4, കാർബണിന്റെ വാലൻസി ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റമായിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യും, 4 സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് CH4 മീഥെയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇനി ആൽക്കീനിൽ വരുമ്പോൾ ഒരു കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഇല്ല, അതുപോലെ ആൽക്കെയിനിൽ വരുമ്പോഴും ഒരു കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ഇല്ല. അപ്പോൾ ആൽക്കെയിൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടാണ്. ഇതിനെ നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇനി കാർബൺ 2 ഇടുമ്പോഴും C2 ആയിരിക്കും. അപ്പൊ ഹൈഡ്രജൻ എത്ര വരും, Nന്റെ സ്ഥാനത്ത് 2 ആണ്, 2 × 2 4 + 2 6. അപ്പൊ C2H6 എന്ന് വരും. അപ്പൊ നമുക്ക് 2 കാർബൺ ആയിട്ടും 6 ഹൈഡ്രജൻ ആയിട്ടും. അപ്പൊ ഇത് നോക്കും നമ്മൾ, ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക, നമുക്ക് 2 C കിട്ടും. ഇനി എന്ത് വേണം, 4 നമുക്ക് ഫില്ല് ചെയ്യണം. ഇതിന്റെ 4 ബോണ്ട് വേണം. കാർബൺ ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഹൈഡ്രജൻ ഇവിടെയും വേണം, 3 ഹൈഡ്രജൻ ഇവിടെയും വേണം. അങ്ങനെയാണ് നമുക്ക് ഈ CH3 എന്ന് കിട്ടാൻ. ഇതിന്റെ പേരാണ് ഈഥൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഫോർമുലയാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, 1 2 3 4 കാർബണിന്റെ വാലൻസി ഫില്ലായി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായിട്ട് പറ്റും. ഇനി ആൽക്കീനിൽ വരുമ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ വരുന്നു. അപ്പൊ കാർബൺ 2 കാർബൺ ഉണ്ട്. അപ്പൊ CnH2n ആണ്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, N ഇവിടെ 2 ആണ്. അപ്പോൾ ഹൈഡ്രജൻ 4 വരും. അപ്പൊ C2H4. അപ്പൊ നമ്മള് CH2 ഡബിൾ ബോണ്ട് CH2. അപ്പൊ അത് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളിങ്ങനെ C ഇട്ടു. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, 4 ഹൈഡ്രജൻ ആണുള്ളത് കിട്ടും. ഈ ബോണ്ട് അപ്പ് എന്ത് വേണം, ബാലൻസി 4 ആണ്, 4 ബോണ്ട് ഫിൽ ചെയ്യണം, അപ്പോൾ ഡബിൾ ബോണ്ട് വരും. അങ്ങനെയാണ് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ പേരാണ് എത്തീൻ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്നത് IUPAC നെയിമാണ്. IUPAC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. നമ്മളെ കോമൺ ആയിട്ട് ഇതിനെ എത്തിലീൻ എന്ന് പറയും. പിന്നെ ഇത് ഓർത്തിരിക്കാനുള്ള പ്രത്യേകത കൂടി ഇപ്പോൾ ഞാൻ പറയാം. ഈ എത്തീൻ മോളിക്യൂൾസിനെ പോളിമറൈസ് ചെയ്തിട്ടാണ് പോളിത്തീൻ ഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് പ്ലാസ്റ്റിക് കവറിന് പോളിത്തീൻ ബാഗ്സ് എന്നുള്ള പേരൊക്കെ വന്നത്. ഇനി ആൽക്കൈനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ കാർബൺ 2 വരുമ്പോൾ ജനറൽ ഫോർമുല എന്താണ്, CnH2n-2 ആണ്. 2 കാർബൺ, ഇവിടെ N2 ആണ്, H2 × 2. അപ്പോൾ ഹൈഡ്രജൻ 4 - 2, വീണ്ടും ഹൈഡ്രജൻ 2 വരും. ഇവിടെയുള്ളത് ട്രിപ്പിൾ ബോണ്ട് ആണ്. നമുക്ക് ഇതിന്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം, C2H2 ആണ്. അപ്പൊ നമ്മൾ എന്ത് 2 കാർബൺ ഇട്ടു, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, 4 ബോണ്ട് വേണം. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 ബോണ്ട്. അപ്പം 3 1 4. അപ്പൊ ഇങ്ങനെയാണ് CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിന്റെ പേരാണ് ഈഥൈൻ YNE ആണ്. ഓക്കെ, ഇനി 3 ഉള്ളത് പ്രൊപ്പാണ്, 4 ബ്യൂട്ടാണ്, 5 പെന്റാണ്, 6 ഹെക്സ് ആണ്, 7 സെറ്റാണ്, 8 ഒക്ടാണ്, 9 നൊനൈൻ, 10 ഡെക്കൈൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്.
അപ്പോൾ അതിൻ്റെ നമ്മളെങ്ങനെയാണ് അതിൻ്റെ കോമ്പൗണ്ട്സ് എഴുതുക, എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക, നോമൻക്ലേച്ചർ എങ്ങനെ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന പബ്ലിക് എക്സാമിന് എല്ലാവരും നല്ല മാർക്ക് നേടുവാനായിട്ട് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.